അനേകം മക്കളെ അതിൽ വീഴ്ത്തി, ആ കെണിയിൽ കുടുക്കി, നശിപ്പിച്ച്, തകർത്ത്, അനേക മക്കളെ ആത്മഹത്യയിലേക്ക് നയിച്ച്, അനേകം കുടുംബങ്ങളെ തകർത്ത പിശാചിൻ്റെ ശക്തമായ ഒരു കെണിയാണ് പ്രണയക്കുരുക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈ പൈശാചികമായ കുരുക്കിനാൽ നശിപ്പിക്കപ്പെട്ട അനേക മക്കൾ എല്ലാ മേഖലകളിലുമുണ്ട്. വിവാഹത്തിന് ശേഷവും ചിലപ്പോഴെങ്കിലും പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും കുടുംബജീവിതത്തിലും യുവമക്കളിലും ചെറുമക്കളിലുമൊക്കെ ഈ പൈശാചികത നിറഞ്ഞ് പിശാച് അനേക മക്കളെ ഈ പ്രണയക്കുരുക്കിൽ നശിപ്പിച്ച് തകർത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്നേഹം എന്നുള്ളത് നല്ലതാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കണം. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ സ്നേഹമായിരിക്കും, പരിശുദ്ധമായിരിക്കും. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്, ഒരു മരത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് അറിയുന്നത് പോലെ നമ്മുടെ സ്നേഹം പരിശുദ്ധമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധമായ സ്നേഹം നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അത് നമ്മെ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാൻ സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധമായ സ്നേഹമല്ല ഈ പ്രണയം എന്ന് പറയുന്നത്. പരിശുദ്ധമായ സ്നേഹം എപ്പോഴും മറ്റുള്ളവനെ വളർത്തും, അത് ദൈവത്തിലേക്ക് അടുപ്പിക്കും. എന്നാൽ പ്രണയം എന്ന് പറയുന്നത് പൈശാചികമായ ഒരു ബന്ധനമാണ്. അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നു, അവനെ തകർക്കുന്നു. നമുക്കൊരു ജഡികമായൊരവസ്ഥയുണ്ട്. ഉത്ഭവ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് ഒരു ജഡത്തിൻ്റെ ഒരു ബലഹീനതയുണ്ട്. അതിനൊരു വശമാണ് പ്രണയം. ജഡികാസക്തിയെ ഉണർത്തി, ജഡികമായ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തി, ഒത്തിരിയേറെ പൈശാചികതയിൽ നിറച്ചുകൊണ്ട് അനേക മക്കളെ ഈ പ്രേമത്തിൻ്റെ പൈശാചികതയിൽ നശിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അനേക മക്കളെ ഈ ജഡത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ബലഹീനതയുടെ ദുർബലതയിൽ അടിമപ്പെടുത്തി പിശാച് പ്രണയക്കുരുക്കിൽ വീഴ്ത്തി നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിലേക്ക് വീണ് പോയാൽ നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന ദുരന്തമുണ്ട്. അവർ പിന്നെ മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, ദൈവമായിട്ട് ബന്ധമില്ല. അവർ ഈ ഒരു സ്നേഹത്തിലേക്ക് ഒതുങ്ങി, എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ താല്പര്യം, എൻ്റെ സന്തോഷം, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ മക്കൾ അങ്ങോട്ട് നശിക്കാം. പ്രിയപ്പെട്ടവരിവിടെ അറിയേണ്ട കാര്യമുണ്ട്. ഓരോ മക്കളും അറിയണം, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. എന്തെന്നറിയോ, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരത്തിൻ്റെ മേൽ നമുക്കാർക്കും സ്വന്തമായിട്ടൊരു അവകാശമില്ല. ഇത് ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ആ ദൈവത്തിന് ഇഷ്ടമറിഞ്ഞ് ഓരോ സമയത്തും ജീവിക്കേണ്ട പോലെ ജീവിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം.